നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇഷ്ടപ്പെട്ട, അത് പെണ്ണിനറിയാം, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്ന അതൊരു വല്ലാത്ത കാഴ്ചപ്പാടാണ്. പലരുടെയും അലമാരിക്കകത്ത് വണ്ണം കുറയുമ്പോൾ ഇടാൻ വെച്ചിരിക്കുന്നതും ഇഷ്ടപ്പെട്ട് പറ്റാതെ നമ്മുടെ ദേഹത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരുപാട് ഡ്രസ്സുകളുണ്ടാകും. ഇന്നിപ്പോൾ ഈ നെയ്റ്റിട്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നാൽ, ഞാനിത് കഴിഞ്ഞ കൊച്ചു പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് ഞാനിത് സ്റ്റിച്ച് ചെയ്ത നെയ്റ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇപ്പോൾ എൻ്റെ കെട്ടഴിച്ച്, ഇപ്പം ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ബോഡിയിൽ കറക്റ്റ് ഫിറ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു നൈറ്റിയാണ്. അപ്പം ഇപ്പം ഇത്രത്തോളം ഫാറ്റ് ലോസ് കറക്റ്റ് ഒന്ന് ഫിറ്റായിരുന്നു, മാഷാ അല്ലാഹ്. അപ്പോൾ ബോഡിയിൽ ചേഞ്ചസ്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മുടെ ബോഡി ഫാറ്റ് ലോസ് ഉണ്ടാവണം. അപ്പം ഞാനിപ്പോൾ അത് ചിന്തിക്കുമായിരുന്നു. നോക്കിയേ, കെട്ട് വെച്ച് നല്ല മുറുകിയിരുന്ന ആ ഒരു ഡ്രസ്സ് ഇന്നിപ്പോൾ ഈ ലെവലിൽ ഇടാൻ പറ്റുന്നു. അതുപോലെ തന്നെ 10 വർഷത്തെ കാത്തിരിപ്പുണ്ട് ഈ ഒരു ഡ്രസ്സിന്. 10 വർഷം മുന്നേ എൻ്റെ ആങ്ങളയുടെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. അപ്പം അവരുടെ ആ ഒരു വളയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ എനിക്ക് എൻ്റെ ആങ്ങളെ എടുത്തു തന്ന ഒരു ഡ്രസ്സാണ്. ഇതിനൊരു എന്താ പറയുക, ഒരു മാനസികമായ ഒരു അറ്റാച്ച്മെൻറ്റും അതുപോലെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറുമായിരുന്നു. അന്നത്തെ ആ ഒരു വില വെച്ച് 5000 രൂപ. അപ്പം ആ ഒരു വില വെച്ചിട്ട് എടുത്തതിൻ്റെ ആ ഒരു ഇതിൽ മാറ്റി വെച്ചിരുന്ന കാര്യം, ആർക്കെങ്കിലും പല ഡ്രസ്സ് ഞാൻ എല്ലാവർക്കും കൊടുത്തെങ്കിൽ ഇത് കൊടുക്കാൻ എനിക്കൊരു സങ്കടമായിരുന്നു. കാരണം ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ ഇതൊന്നും ഇട്ട് വയ്ക്കില്ല. 10 വർഷത്തെ കാത്തിരിപ്പ്. ഇതാണിപ്പോൾ ഈ ഡ്രസ്സ്. അപ്പം 10 വർഷത്തെ കാത്തിരിപ്പെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു ടൈമിൽ നല്ല ടൈറ്റായിരുന്നൊരു സാധനം ഇപ്പം ഞാൻ ഷേപ്പ് ചെയ്ത് ഇടുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ആയി ഒരു ഡ്രസ്സിനോട്. അതതിൻ്റെ ആ കളറും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്തൊരു സാധനമായതുകൊണ്ട് മാഷാ അല്ലാഹ്. നോക്കി, ഇന്നിപ്പം ഇതൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് എനിക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാര്യം നല്ല സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് ഒരുങ്ങി നടക്കാനോ അതിനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ആ ആഗ്രഹമാണ് കേട്ടോ എൻ്റെ ഈ സന്തോഷത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകും. അവർക്കൊരു മോട്ടിവേഷനും കൂടെ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ 75 ഡേയ്സ് ചലഞ്ച് തുടങ്ങാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്കിവിടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എന്നാലും ഞാനുണ്ടാവും. എൻ്റെ ആഗ്രഹിച്ച ആ ഒരു നിലയിൽ എത്തും വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുന്നത്. നമ്മുടെ ഇച്ചിരി ഒന്ന് മനസ്സ് വെച്ചാൽ സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം. 86ാമത്തെ ബാച്ചിലേക്ക് PCOD ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, എല്ലാവർക്കും നാത്തൂൺസ് ഡയറ്റ് മീലിൻ്റെ ബാച്ചിലേക്ക് സ്വാഗതം.